വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് വേദ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ടൊരു സ്ഥലം വരെ പോവാട്ടോ. വേറെ വല്ല വേദയുടെ അമ്മൂമ്മയുടെ വീട്ടിലാണ്. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വല്യച്ഛൻ മരിച്ചു എന്ന്, ഏട്ടൻ്റെ വല്യച്ഛൻ മരിച്ചു എന്ന്. വല്യച്ഛൻ്റെ 16 മരിച്ചതിൻ്റെ. അപ്പോൾ അമ്മൂമ്മയുടെ വീടിൻ്റെ അടുക്കയാണ് ഈ വീടും. അപ്പോൾ അതുകൊണ്ട് അങ്ങ് അമ്മൂമ്മയുടെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് വേദ സ്കൂളിൽ നിന്ന് വിളിക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ വേദയുടെ സ്കൂൾ എല്ലാ ക്ലാസ് എല്ലാം കഴിഞ്ഞു. ഇത് വേദയുടെ ബെസ്റ്റ് ഫ്രണ്ട് വേദിക കേട്ടോ. ഇനി ഒരാളൂടെ ഉണ്ട്, അഥർവ. ആളിന്ന് ലീവാണ്. അതുകൊണ്ട് വേദിക മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ കാറിലാണ് വന്നത്. അപ്പോൾ കാർ കുറച്ചങ്ങോട്ട് മാറ്റിയിട്ടേക്കാണ്. ഇവിടെ അടുത്തൊന്നും ഇടാൻ പറ്റില്ല കേട്ടോ, ഭയങ്കര കുറച്ച് ഇടുങ്ങിയ സ്ഥലമാണ്. അപ്പോൾ 2 വീലർ ആണെങ്കിൽ എവിടെ വേണേലും വയ്ക്കാം, കാറാണെങ്കിൽ അങ്ങനെയല്ല, അങ്ങനെ കുറച്ച് ദൂരോട്ടിട്ടേക്കാണ്. അങ്ങോട്ടേക്ക് ഞാനും വേദയും കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആക്ച്വലി വീട്ടിൽ പോയി ഡ്രസ്സെല്ലാം മാറിയിട്ട് പോകാമെന്നാണ് കരുതിയത്. ഇപ്പോൾ തന്നെ സമയം 2:10 2:15. ഇനി വീട്ടിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഒരുപാട് ലേറ്റാവും. അപ്പോൾ അതുകൊണ്ട് നേരെ വേദയും വിളിച്ചുകൊണ്ട് നേരെ അങ്ങോട്ടേക്ക് പോകാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് പോകണം. വേദ അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയായിട്ട് വേദയുടെ ഡ്രസ്സെല്ലാം ഞാൻ കാറിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡ്രസ്സ് വണ്ടിയിൽ നിന്ന് മാറാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു വേണ്ട, ഞാൻ വീട്ടിൽ ചെന്നിട്ട് മാറാമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ നമ്മൾ കള്ളിക്കാട് വീട്ടിൽ പോയി അച്ഛൻ്റെ അമ്മയുടെ വീട്ടിൽ പോയിട്ട് അവിടെ ചെന്ന് വേദ ഡ്രസ്സെല്ലാം മാറിയ ശേഷം ഞങ്ങൾ നമ്മുടെ മരണ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അവിടെ വന്നിട്ട് ഊണ് കഴിക്കാമെന്ന് കരുതി. വേദ പക്ഷേ കഴിച്ചു. ഞാൻ സ്കൂളിൽ ലഞ്ച് കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു, അതെല്ലാം കഴിച്ചിട്ടാണ് വന്നത്. കണ്ടോ, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ചെറിയൊരു തോടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പോകുന്ന വഴിക്ക്. അത് നല്ല ഭംഗിയുള്ളൊരു നാട്ടിൻ പ്രദേശം. ഉച്ച സമയമാണ്. നമ്മൾ ഒരു 3 മണിയായപ്പോൾ എത്തി കേട്ടോ. 2:15 തിരിച്ചു, 3 മണിയായപ്പോൾ എത്തി. എന്നിട്ട് ഞങ്ങൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ കാണിച്ച പോലെ കാട് റൂട്ടിൽ കൂടെ ഞങ്ങളിങ്ങനെ കയറി പോവുകയാണ് കേട്ടോ. നല്ല റോഡുണ്ടെങ്കിലും ഇത് ഷോർട്ട് കട്ടാണ്. അപ്പോൾ അതൊരു കയറി പോവുകയാണ്. അവിടെ ഇങ്ങനെ ചെറിയ എന്താ പറയണത്, ഓടയല്ലല്ലോ അതിനെന്താ പറയുന്നത്, ചെറിയ തോടിൻ്റെ ഒരു ഭാഗമൊക്കെ അതിൻ്റെ ആ റോഡിലൊക്കെ ഉണ്ട് കേട്ടോ, വഴിയിലുണ്ട്. അതൊക്കെ ചാടിക്കിടന്നാണ് ഞാനും വേദയും കൂടെ പോകുന്നത്. നല്ല രസമുള്ള സ്ഥലം കേട്ടോ, ഭയങ്കര ഗ്രീനറി ആയിട്ട് ഭയങ്കര ഒരു നാച്ചുറൽ ബ്യൂട്ടിയിൽ അങ്ങനെ നിൽക്കുന്ന സ്ഥലമാണ്. കിളികളുടെ ബഹളവും പക്ഷികളുടെ ഇതൊക്കെ ഭയങ്കര രസമായിട്ടോ കേൾക്കാനായിട്ട്. അങ്ങനെ ഷോർട്ട് കട്ട് കയറിയിട്ട് ഞങ്ങൾ നേരെ വലിയൊരു റോഡിലേക്ക് ഇറങ്ങുകയാണ്. ഇത് ആക്ച്വലി അമ്മയുടെ അച്ഛൻ്റെയൊക്കെ വീടെന്ന് പറയുന്നത് നെയ്യാർ ഡാമിനടുത്താട്ടോ. ഇത് നെയ്യാർ ഡാമിൽ പോകുന്ന റോഡാണ്. ഈ വലിയ റോഡിലാണ് വല്യമ്മയുടെയൊക്കെ വീടുള്ളത്. ഞങ്ങൾ ഈ ഷോർട്ട് കട്ട് വഴി കയറി വന്നു. ഇത് നെയ്യാർ ഡാമിലേക്ക് പോകുന്ന വഴിയാണ് ഈ റോഡ്. കണ്ടോ, നല്ല വലിയ റോഡാണ് കേട്ടോ. അപ്പം ഇത്രയും നല്ല റോഡുണ്ടായിട്ടാണ് ഞങ്ങൾ കാട്ട് റോഡിൽ കൂടെ കയറി വന്നത്. പക്ഷേ നല്ല രസമുള്ള സ്ഥലം, അധികം കാടൊന്നുമില്ല എങ്കിലും നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. അങ്ങനെ ഞങ്ങൾ വേഗം പോവുകയാണ്. അപ്പോൾ വേദയ്ക്ക് ചോറൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ഞാനാകെ വിശന്ന് വലങ്ങിയിരിക്കുക കേട്ടോ. അങ്ങനെ ഞാൻ വിശന്ന് വേഗം ചോറ് കഴിക്കാമെന്നുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ മരിച്ചുപോയ വല്യച്ഛൻ കേട്ടോ. രാവിലെ ചടങ്ങെല്ലാം കഴിഞ്ഞു. അസ്ഥി ഇന്നാണ് ഒഴുക്കുന്നത് കേട്ടോ. അങ്ങനെ ബാക്കി എല്ലാവരും ആണുങ്ങളെല്ലാം അസ്ഥി ഒഴുക്കാനായിട്ട് വർക്കലയാണ് ഒഴുക്കാനായിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഞാൻ എത്തിയപ്പോൾ ലേറ്റായി. വേദയ്ക്കൊന്നും ചോറൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ ചെറിയൊരു സദ്യ കേട്ടോ, അതിലെല്ലാ വിഭവങ്ങളും ഉണ്ടാവില്ല, ഏതൊക്കെയോ കുറച്ച് കറികളൊന്നും ഇല്ലാണ്ടുള്ളൊരു സദ്യയാണ്. 16 അങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. പായസം ഉണ്ടായിരുന്നു, കടല പായസമായിരുന്നു. അതും പഴമൊക്കെ കൂട്ടി ഞാൻ കഴിച്ചു. എല്ലാവരും കഴിച്ചൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ വരുന്നവരുണ്ട്, ഞാനുണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ടിൽ വേറൊരാളും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളൊക്കെ വരുന്നവരനുസരിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര രസമുള്ള സ്ഥലമാണ് കേട്ടോ. ഇപ്പോഴാണെങ്കിൽ അവിടെയൊക്കെ നിറയെ റബ്ബറാണ്. ആ റബ്ബറെല്ലാം ഇലയെല്ലാം പൊഴിഞ്ഞിട്ട് വെറും കമ്പ് മാത്രമായിട്ട് നിൽക്കാനൊക്കെ കാണാൻ നല്ല രസമാണ്. പക്ഷേ എൻ്റെ ക്യാമറയിൽ അത്രയും ബ്യൂട്ടി വന്നിട്ടില്ല കേട്ടോ. ഇത് നമ്മുടെ മരിച്ചുപോയ വല്യച്ഛൻ്റെ ഒരു മരുമകളാട്ടോ, ഇളയ മരുമകളാണ്, വീണ എന്നാണ് പേര്. അടുത്ത് ഇത് വല്യച്ഛൻ്റെ മൂത്ത മരുമകൾ ലേഖ എന്നാണ് ചേച്ചിയുടെയും പേര്. അപ്പോൾ ഇവരെല്ലാം ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുകയാണ്. ചായ ഇടുന്ന തിരക്കിലാണ് എല്ലാവരും. ഇത് ദീപ ചേച്ചി, അറിയാമല്ലോ, എൻ്റെ നാത്തൂൻ ദീപ ചേച്ചി. അപ്പോൾ എല്ലാവരും ചായ ഇടുന്ന തിരക്കിലൊക്കെയാണ്. ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ കറങ്ങി നടക്കുകയാണ്. റിലേറ്റീവ്സൊക്കെ എല്ലാവരും രാവിലെയൊക്കെ എല്ലാവരും വന്നിട്ടൊക്കെ പോയി കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ വേദയെ ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വന്നു. ആക്ച്വലി ഇത് 2 ദിവസം മുന്നേ ഉള്ള വീഡിയോ കേട്ടോ. അത് കഴിഞ്ഞ് വേദയ്ക്ക് റിപ്പബ്ലിക് ഡേയുടെ ലീവ് ഉണ്ടായിരുന്നു, പിന്നെ സാറ്റർഡേ സൺഡേ. അത് കണക്കാക്കി ഞാൻ വേദയെ ഉച്ചയ്ക്ക് ശേഷം വിളിച്ചുകൊണ്ട് വന്നതാണ്. മറ്റത് ഞാൻ രാവിലെ വന്നതെങ്കിൽ ഉച്ചയ്ക്ക് പിന്നെ വേദയെ വിളിക്കാൻ പോയാൽ പിന്നെ വരാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വേദയും വിളിച്ചിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ ചായ എല്ലാം ഇട്ടു, എന്നിട്ട് കുടിക്കുകയാണ്. ആദ്യം എൻ്റെ വീഡിയോയിൽ എല്ലാവർക്കും മുഖം തരാൻ വലിയ പാടായിരുന്നു കേട്ടോ. എല്ലാവരും പൊത്തിനകത്ത് പോയി ഒളിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. പിന്നെ അവർക്ക് മനസ്സിലായി ഏത് പൊത്തിൽ ഒളിച്ചാലും ഞാൻ വീഡിയോ എടുക്കുമെന്ന് മനസ്സിലായത് കൊണ്ട് പിന്നെ എല്ലാവരും ഒക്കെ പിന്നെ മുഖം തന്നു കേട്ടോ. ആദ്യം ഇതൊരു ചമ്മൽ മാത്രമായിരുന്നു, പക്ഷേ അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും നമുക്ക് മുഖമെല്ലാം തന്നു. ഞങ്ങളെല്ലാവരും ചായ കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ പെണ്ണുങ്ങൾ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ, ആണുങ്ങളെല്ലാം പോയിരിക്കുകയാണ്. ബാക്കി രാവിലെ റിലേറ്റീവ്സ് കാര്യങ്ങളൊക്കെ വന്ന് അവരെല്ലാവരും പോയി. ഇപ്പോൾ നമ്മളൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പോൾ വൈകുന്നേരം ചെറിയൊരു ചടങ്ങ് കൂടെ ഉണ്ട്. ഇപ്പോൾ ഈ 16 അന്ന് വരെ വ്രതമാണ്. ഇത് ട്രിവാൻഡ്രത്ത് ഉള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ചില സ്ഥലങ്ങളിൽ ഓരോ ഇതായിരിക്കും. അപ്പോൾ പറഞ്ഞു
വന്നത് നമ്മുടെ വല്യച്ഛൻ്റെ ബ്ലഡ് റിലേഷനിലുള്ളവരും ഈ വീട്ടിലുള്ളവരെല്ലാവരും, വല്യച്ഛന് വേണ്ടപ്പെട്ടവരെല്ലാവരും ഈ വീട്ടിലുള്ളവർ പ്യോർ വെജ് ആയിരിക്കും. 16-ൻ്റെ അന്ന് വരെ പ്യോർ വെജ് ആയിരിക്കും. 16-ൻ്റെ അന്ന് മോർണിംഗ് ചടങ്ങുകളെല്ലാം കഴിഞ്ഞ ശേഷം വൈകുന്നേരം നോൺ വെജ് എന്തെങ്കിലും വീട്ടിൽ വയ്ക്കണമെന്നുള്ളൊരു ചെറിയ ചടങ്ങുണ്ട്. അത് ഓരോ കാസ്റ്റിൽ ഓരോ ഇതായിരിക്കും, ഓരോ സ്ഥലങ്ങളിൽ ഓരോ ഇതായിരിക്കും. ചിലപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെ ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയായിരിക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും. ഇത് നമ്മുടെ ഒരു രീതി പറയുകയാണ്. ഇവിടെ ഇങ്ങനെയുള്ളൊരു ചടങ്ങുണ്ട്, ആ ചടങ്ങ് ചെയ്യുകയാണ്. അപ്പോൾ ചിക്കനും മീൻ കറിക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചപ്പാത്തി എല്ലാം കാറ്ററിങ് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കുറച്ച് കപ്പോടെ പുഴുങ്ങാന്ന് പറഞ്ഞിട്ട് എല്ലാവരും കപ്പയൊക്കെ പുളിക്കുക കേട്ടോ. ബാക്കി സാധനങ്ങളെല്ലാം കാറ്ററിങ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വല്യച്ഛൻ്റെ 2 കൊച്ചുമക്കളാണ്. ഇത് മൂത്ത കൊച്ചുമോള് ദേവു എന്നാണ് പേര്. ഈ കളർ ഡ്രസ്സിൽ നിൽക്കുന്ന കുട്ടി കേട്ടോ. യൂണിഫോത്തിൽ നിൽക്കുന്ന ഇത് നമ്മുടെ മീനാക്ഷിയാണ്. അവൾക്ക് എക്സാം ആയിരുന്നു, അവൾ 12th പഠിക്കുകയാണ്. അപ്പോൾ രാവിലെ ചടങ്ങെല്ലാം കഴിഞ്ഞ ശേഷം അവൾ എക്സാമിനെല്ലാം പോയിട്ട് വന്നിരിക്കുകയാണ്. മീനാക്ഷി എന്ന് പറയുന്നത് നമ്മുടെ ഇളയ മരുമകൾ വീണ ചേച്ചിയുടെ മകളാണ്. ചേട്ടനൊക്കെ എല്ലാവരും നമ്മുടെ അസ്ഥി ഒഴുക്കാനായിട്ട് വർക്കല പോയിരിക്കുക കേട്ടോ. ഈ ചേച്ചിയുടെ മോളാണ് ഈ മീനാക്ഷി കേട്ടോ. ഈ ചേച്ചി വീണ ചേച്ചിയുടേതാണ്. വീണ ചേച്ചിയുടെ മോളാണ് മീനാക്ഷി. ഒന്ന് ക്ലിയർ ചെയ്ത് തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും കപ്പ പുഴുങ്ങുന്ന ബഹളത്തിലും കാര്യത്തിലും ഒക്കെയാണ്. ഞാൻ പിന്നെ ഇതിനൊക്കെ സഹായിക്കാൻ പറ്റില്ലല്ലോ, ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയല്ലേ. അങ്ങനെ ഒരാൾ അടുപ്പ് കത്തിക്കുന്നു, വെള്ളം വയ്ക്കുന്നു. ഒരു പ്രാവശ്യം വെള്ളം വെച്ച് അടുപ്പത്ത് നിന്ന് എല്ലാം കൂടെ താഴത്ത് പോയേട്ടോ. എന്നിട്ട് വീണ്ടും അതിനെ സെറ്റ് ചെയ്തൊക്കെ വയ്ക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഭയങ്കര ജോലി തിരക്കിലൊക്കെ നിൽക്കുക കേട്ടോ. വേറെ ജോലിയൊന്നുമില്ല, ഈ കപ്പ വയ്ക്കുന്ന പാട് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം കാറ്ററിങ് കൊടുത്തിരിക്കുകയല്ലേ. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനൊരു സിസ്റ്റം ഉണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. നമ്മുടെ നാട്ടിൽ ഇവിടെ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് തന്നെ ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയിലായിരിക്കും ആചാരം, ഓരോ കാസ്റ്റിനും ഓരോ ഇതായിരിക്കും. അപ്പോൾ നമ്മുടെ രീതി ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. കണ്ടോ, അമ്മയും മോളും കൂടെ നിന്ന് വഴക്ക് കൂടുക കേട്ടോ. ഇതെല്ലായിടത്തുള്ള പതിവാണ്. അമ്മയുടെ ഡ്രസ്സ് എടുത്ത് മോളിട്ടു എന്നുള്ള പ്രശ്നത്തിലാണ് ഇവിടെ ഇപ്പോൾ വഴക്ക് നടക്കുന്നത്. ഇതിപ്പോൾ വേറെ ഇത് തന്നെ, എൻ്റെ ഡ്രസ്സ് ഇടാനാണ് വേറെയൊക്കെ കുറച്ചുകൂടെ കംഫർട്ടബിൾ. ഏത് പിള്ളേരും അവരുടെ ഡ്രസ്സ് ഇടാൻ പറ്റില്ല, അവരുടെ അമ്മമാരുടെ ഡ്രസ്സ് ഇടുന്നവർക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്നങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പം അങ്ങനെ നിന്നുകൊണ്ടിരുന്നപ്പോൾ അവർ നമ്മുടെ അസ്ഥി ഒഴുക്കാൻ പോയവരെല്ലാം തിരിച്ചെത്തിയിട്ടുണ്ട്. അവർ ഒരു ട്രാവലർ വിളിച്ചാണ് കേട്ടോ എല്ലാവരും കൂടെ പോയത്. അപ്പോൾ അവരെല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പം ഞാനങ്ങനെ അവരുടെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ എല്ലാവരും താഴത്ത് തന്നെ നിൽക്കുന്നത്, അകത്തേക്ക് മുകളിലേക്ക് കയറി വരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ വീട് കുറച്ച് പൊക്കത്താണ് നിൽക്കുന്നത്, റോഡിൽ നിന്ന് കുറച്ച് പൊക്കത്താണ് നിൽക്കുന്നത് കേട്ടോ. ഇവിടെ നോക്കിയാൽ നല്ല ഭംഗിയും നല്ല തണുത്ത കാറ്റും നല്ല സുഖം കേട്ടോ. ഞാൻ വല്യച്ഛൻ്റെ നമ്മുടെ വല്യമ്മയെ കാണിക്കുന്നില്ല, ശരിക്കും പറഞ്ഞാൽ ഏട്ടൻ്റെ വല്യമ്മയുടെ ഹസ്ബൻഡാണ് വല്യച്ഛൻ. അപ്പോൾ വല്യമ്മ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല, അത് ശരിയല്ലല്ലോ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് 16 ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി ആ വ്രതമൊക്കെ മുറിക്കുന്നതിൻ്റെ ഒരു ഇതായത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ പ്രകാശ് ഏട്ടൻ, ദീപ ചേച്ചിയുടെ ഹസ്ബൻഡും പിന്നെ നമ്മുടെ ബിജു ചേട്ടൻ, നമ്മുടെ റിലേറ്റീവ് തന്നെ ബിജു ചേട്ടനും ഒക്കെ എല്ലാവരും ഒക്കെ വന്നിട്ടുണ്ട്. ബാക്കി എല്ലാവരും താഴെ നിൽക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ബലിയിടുന്ന ചേട്ടനൊക്കെ താഴെ നിൽക്കുന്നേ ഉള്ളൂ. അവർ വന്നിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ വല്യച്ഛൻ്റെ ഫോട്ടോ എടുത്ത് എവിടെയെങ്കിലും ഭിത്തിയിൽ തൂക്കണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ചേച്ചി എടുത്ത് ഇതൊക്കെ മാറ്റുകയാണ് കേട്ടോ. നമുക്കിതിൻ്റെ ചടങ്ങുകൾ കാര്യങ്ങളൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഓരോ സ്ഥലത്തും ഓരോ രീതി, ഓരോ ഇടത്തും ഓരോ രീതി, ഓരോ ഇതാണ് നമ്മുടെ മരിച്ചുപോയ വല്യച്ഛൻ്റെ അരുമ ചെറുകുട്ടി കേട്ടോ. നമ്മുടെ വീണ ചേച്ചിയുടെ 2ാമത്തെ മകനാണ്, അമ്പാടി എന്നാണ് പേര്. അപ്പോൾ ഒരു ഷർട്ടും മുണ്ടുമൊക്കെ എടുത്തുകൊണ്ട് നിന്നതുകൊണ്ട് വീഡിയോ കാണിക്കില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഒളിച്ച് നടക്കുകയാണ്. ഇത് തമ്പിച്ചേട്ടൻ, നമ്മുടെ അടുത്തൊരാളാണ്. എല്ലാവരും ഒന്ന് കാണിക്കാൻ കരുതി. അപ്പോൾ അമ്പാടി ഭയങ്കര എനിക്ക് കട്ട സപ്പോർട്ട് കേട്ടോ. എൻ്റെ വീഡിയോയ്ക്ക് വന്നിട്ട് ഫുൾ സപ്പോർട്ട്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് സന്തോഷമായി. എൻ്റെ വീഡിയോയ്ക്ക് അങ്ങനെ ഒരു താല്പര്യത്തോടെ വരുന്ന ആൾക്കാരും ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ആളൊരു കുഞ്ഞ് സിനിമാന്തണ്ടനൊക്കെ കേട്ടോ, ഷോർട്ട് ഫിലിം സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ കപ്പ അടുപ്പത്ത് വെച്ചപ്പോൾ കേട്ടോ മഴ പെയ്യുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം അകത്ത് കയറി നിൽക്കുകയാണ്. ഞാൻ ഈ സൂം ചെയ്ത് കാണിക്കുന്നതാണ് നെയ്യാർ ഡാം. ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം, പക്ഷേ ക്യാമറയിൽ അത്ര ക്വാളിറ്റിയോടെ കാണുന്നില്ല കേട്ടോ. അപ്പോൾ കാറ്ററിങ്ങിൽ നിന്ന് മീൻ കറി വന്നിട്ടുണ്ട്, ചിക്കൻ കറി വന്നിട്ടുണ്ട്. ചിക്കൻ ടേസ്റ്റ് ചെയ്യാൻ പോവുക കേട്ടോ. കൊള്ളാവെന്ന് നോക്കണ്ടേ, എല്ലാവരും ടേസ്റ്റ് ചെയ്തു കേട്ടോ. എൻ്റെ കൂട്ടത്തിൽ ഞാനും ടേസ്റ്റ് ചെയ്തത്. നല്ല ചിക്കനായിരുന്നു കേട്ടോ. നല്ല ചിക്കൻ പെരട്ടാണ്, കറിയൊന്നും ആയിരുന്നില്ല, നല്ല ചിക്കൻ പെരട്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ പറഞ്ഞതുപോലെ ട്രിവാൻഡ്രത്തുള്ള നായേഴ്സിൻ്റെ ഒരു രീതിയാണ് ഈ ഒരു ചടങ്ങൊക്കെ. മറ്റുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ ആയിരിക്കില്ല, മറ്റുള്ള കാസ്റ്റുകളിൽ ഇങ്ങനെ ആയിരിക്കില്ല, ഒന്നും ഇങ്ങനെ ആയിരിക്കില്ല, എല്ലാം വ്യത്യാസമായിരിക്കും. ഇനി ഇതെല്ലാം വ്രതക്കാരെല്ലാം കഴിച്ച് കഴിയുമ്പോൾ ആ വ്രതം പറയും. ഞങ്ങൾക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഈ വായ്ക്കരി ഇടുന്നവർ അങ്ങനെയുള്ളവർക്കൊക്കെയാണ് വ്രതം. ഞാനൊന്നും വായ്ക്കരി ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ബ്ലഡ് റിലേഷൻ, ഈ വീട്ടിലുള്ളവർ, അവർക്കൊക്കെയാണ് വ്രതം ഉള്ളത് കേട്ടോ. ഗോപി മഞ്ചൂരിയൻ ഉണ്ട്, മീൻകറി ഉണ്ട്, ചിക്കനുണ്ട്, പിന്നെ ചപ്പാത്തി ഉണ്ട്,
കപ്പയുണ്ട്, പിന്നെ ഉച്ചത്തെ സദ്യയിലുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ചപ്പാത്തി ആയിരുന്നു കേട്ടോ. കുറേ മാത്രം ചപ്പാത്തി വാങ്ങിയായിരുന്നു. പിന്നെ ആൾക്കാരുണ്ട് കേട്ടോ, വൈകുന്നേരങ്ങളിൽ വരുന്നവരും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഒരുപാട് വാങ്ങിയായിരുന്നു. കപ്പ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് മീൻസ് ഉണ്ടായിരുന്നു, ഒരുപാട് അങ്ങനെ വച്ചില്ല എന്ന് പറയായിരുന്നു കേട്ടോ. അപ്പോൾ പുറത്ത് ചെറിയ മഴയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, നല്ല രസമുണ്ട്. അപ്പോൾ ഞങ്ങളകത്ത് കപ്പയെല്ലാം പുഴുങ്ങിയ ശേഷം അകത്ത് വന്നിങ്ങനെ ഇരിക്കുകയാണ്. ഞാനൊന്നും ചെയ്തില്ല, അവരൊക്കെ ചെയ്തിട്ട് ക്ഷീണിച്ച് വന്നിരിക്കുകയാണ്. എല്ലാവരും കൂടെ കൂടുന്നത് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ മാത്രം കേട്ടോ. അല്ലാതെ ഒന്നും ആരും നമ്മളാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും, എല്ലാവരും കൂടെ കൂടുന്നൊരു സന്ദർഭം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രമാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും, സംസാരിക്കാനുണ്ടാവും. അങ്ങനെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അമ്പാടി അമ്പലത്തിലൊക്കെ പോയി വ്രതമെല്ലാം മുറിച്ചു. അപ്പോൾ ഈ അമ്പലത്തിലൊക്കെ പോയാൽ മാത്രമേ അവരുടെ പെലയെന്ന് പറയും ഞങ്ങളിവിടെ ട്രിവാൻഡ്രത്ത്, അത് മാറണമെങ്കിൽ അമ്പലത്തിലൊക്കെ പോകണം, ഈ നോൺ വെജ് കഴിക്കണം. അപ്പോഴിതെല്ലാം മാറി. പിന്നെ അവർക്ക് അമ്പലത്തിലൊക്കെ പോയി 16 വരെ അമ്പലത്തിലൊന്നും പോകാൻ പറ്റില്ല കേട്ടോ. പ്രത്യേകിച്ച് അവനാണെങ്കിൽ അപ്പൂപ്പൻ്റെ ചെല്ലക്കുട്ടിയാട്ടോ അവൻ. ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു അവന്. ഇപ്പോൾ ഒന്ന് ഓക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ പിള്ളേർ സെറ്റിന് ആദ്യം ഫുഡ് കഴിക്കാനായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കുകയാണ് അവർക്ക്. കപ്പയും ചിക്കൻ പെരട്ടും ഒക്കെ ആയിട്ട്. ഇവനുണ്ടല്ലോ ഈ അമ്പാടി വേദയുടെ ഒറ്റ കേട്ടോ, ചിക്കൻ്റെ ആളാണ്. ചിക്കൻ്റെ ചീ കണ്ടാൽ മതി, വേദയെ പോലെ തന്നെയാണ് അമ്പാടി. അങ്ങനെ ഞങ്ങൾ കളിയാക്കുമായിരുന്നു, അമ്പാടിയും വേദയും ഒരു സെറ്റാണ്, വേദയ്ക്ക് കൂട്ടിന് അമ്പാടിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ രണ്ടുപേരെയും കളിയാക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അമ്പാടി, ദേവു, മീനാക്ഷി, വേദ മീനാക്ഷിയുടെ അനിയനാണ് അമ്പാടി. ഈ വീണ ചേച്ചിയുടെ മക്കളാണ് മീനാക്ഷിയും അമ്പാടിയും. നേരത്തെ കാണിച്ച ലേഖ ചേച്ചിയുടെ മോളാണ് ദേവു. ചേട്ടന്മാരെയൊന്നും കാണിക്കണ്ട എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് പിന്നെ ഞാൻ ചേട്ടന്മാരെയൊന്നും കാണിക്കുന്നില്ല. അമ്പാടിയുടെ അച്ഛൻ നമ്മുടെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലൊക്കെ എഡിറ്റിംഗ് സെക്ഷനിൽ അങ്ങനെ എന്തോ ആണ് കേട്ടോ. അവൻ്റെ അമ്മയും അതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ എന്തോ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യാണ്. എനിക്കത് ഡീറ്റെയിൽ ആയിട്ട് പറയാനറിയില്ല. പിന്നെ ദേവുവിൻ്റെ അച്ഛൻ ഗൾഫിലാണ്, ചേട്ടൻ ഇപ്പോൾ ഇവിടെ നാട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ കാണിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ഈ മീനാക്ഷിയുടെ അച്ഛനാണ് ബലിയൊക്കെ ഇടുന്നത് കേട്ടോ. മറ്റേ ചേട്ടൻ ഗൾഫിലായതുകൊണ്ട് പറ്റാത്തതുകൊണ്ട് മീനാക്ഷിയുടെ അച്ഛനാണ് ബലി കാര്യങ്ങളൊക്കെ ഇടുന്നത്. അപ്പോൾ പിള്ളേരെല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരുന്ന് കഴിക്കുകയാണ്. അടുത്ത് ഞങ്ങൾ കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ ഇവർ ബലി ഇട്ടിട്ടൊക്കെ വന്നപ്പോൾ അവരെന്താ ലൈറ്റായിട്ട് ആണുങ്ങളെല്ലാം കഴിച്ചതുകൊണ്ട് അവർക്കിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ പെണ്ണുങ്ങൾ കഴിക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കുകയാണ്. അപ്പോൾ ഈ പിള്ളേരാണ് ഞങ്ങൾക്ക് വിളമ്പി തരുന്നത് കേട്ടോ. ഞാൻ കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ പാവം അമ്പാടി എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ഞാൻ വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞ് അവൻ എനിക്ക് വീഡിയോ എടുത്ത് തരികയാണ്. ഒരുപാട് സന്തോഷം തോന്നി. അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ കൂടെ ഓരോ കാര്യങ്ങളെല്ലാം പറഞ്ഞ് തരുവാണ്. ഇങ്ങനെ വീഡിയോസൊക്കെ കുറച്ചുകൂടെ ലെങ്തിനിടണം, ഇത്രയൊന്നും അല്ല ഇടേണ്ടത്, നല്ല കണ്ടന്റ് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്നെ ഉപദേശിക്കുകയാണ്. അവനെല്ലാ കാര്യങ്ങളും അറിയാം കേട്ടോ. അപ്പോൾ അങ്ങനെ അവൻ എനിക്ക് കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ കപ്പയും ചപ്പാത്തിയൊക്കെ വാങ്ങി. എനിക്ക് കപ്പയോട് അത്ര താല്പര്യം ഇല്ലായിരുന്നു, ചപ്പാത്തി മാത്രം മതിയായിരുന്നു. പിന്നെ കുഴപ്പമില്ല എന്ന് കരുതി. അപ്പോൾ ചിക്കൻ എനിക്ക് ആരോ വിളമ്പിയത്, ദേവുവാണെന്ന് തോന്നുന്നു, മീനാക്ഷിയാണ് വിളമ്പിയത് കേട്ടോ. അപ്പോൾ അതിൽ കഷ്ണമൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം എല്ലായിരുന്നു. അപ്പോൾ പിന്നെ വീണ്ടും ഞാൻ പറഞ്ഞു എനിക്ക് എല്ല് വേണ്ട, കഷ്ണമുള്ളത് തരാൻ പറഞ്ഞു. അങ്ങനെ കഷ്ണം എടുത്ത് തന്നു. എന്നിട്ട് ഞാൻ കഴിച്ചു കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു. എനിക്ക് തോന്നുന്നു ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് കറി വെച്ചതെന്ന് തോന്നുന്നു. ഭയങ്കര ടേസ്റ്റായിരുന്നു, നല്ല പെരട്ടി. ഞാൻ ഇത്രയും ടേസ്റ്റി ആയിട്ട് കാറ്ററിങ്ങിൽ നിന്ന് കിട്ടുന്ന ചിക്കൻ കഴിച്ചിട്ടില്ല കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാധാരണ കാറ്ററിങ്ങിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ ലൂസായിരിക്കും മിക്കവാറും വാങ്ങുന്നത്, അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അഥവാ പെരട്ട് വാങ്ങിയാലും ഇത്രയും ടേസ്റ്റോടെ ഞാൻ കഴിച്ചിട്ടില്ല. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ മീനൊന്നും അത്ര പോരായിരുന്നു. ഗോബി മഞ്ചൂരിയനും അത്ര പോരായിരുന്നു. ചപ്പാത്തിയും കപ്പയും നമ്മുടെ ചിക്കൻ കറിയൊക്കെ സൂപ്പറായിരുന്നു. ഇത് അമ്പാടി എനിക്ക് വീഡിയോ എടുത്തു തരുന്നത് കേട്ടോ. ഞാൻ ചിക്കൻ കഴിക്കുന്നതിലാണ് അവൻ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ് തിരിച്ച് വെച്ച് വീഡിയോ എടുക്കുക, നമ്മളെല്ലാവരെയൊക്കെ കാണിക്കുന്നൊക്കെ പറഞ്ഞ് പിന്നെ എല്ലാവരെയും അവൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുത്തു തന്നു. ഞാൻ മതി എന്നൊക്കെ പറഞ്ഞിട്ടും കേൾക്കാതെ അവൻ വളരെ സന്തോഷത്തോടെ എനിക്ക് നല്ല രീതിയിൽ വീഡിയോസ് എല്ലാം എടുത്തു തന്നു. ഞങ്ങളെല്ലാവരും കഴിച്ചു. പിള്ളേർ സെറ്റാണ് വിളമ്പി തന്നത്. ചേച്ചി വെജിറ്റേറിയൻ കേട്ടോ, നമ്മുടെ ലേഖ ചേച്ചി വെജിറ്റേറിയനാണ്. ചേച്ചി ഗോബി മഞ്ചൂരിയൻ മാത്രമേ വെച്ച് കഴിച്ചുള്ളൂ. ഇതാണ് വീതു ചേച്ചി. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടുന്ന ഒരു അനിൽ ചേട്ടൻ്റെ വൈഫാണ്. ഇത് ദീപ ചേച്ചി അറിയാലോ, എൻ്റെ നാത്തൂനാണ്. ഇത് വീണ ചേച്ചി ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു വീണ എന്ന്. ഇത് ഞാൻ. അങ്ങനെ ഞങ്ങളെല്ലാവരും കഴിച്ചു, കുറേ കാര്യമൊക്കെ ഇങ്ങനെ സംസാരിച്ചു. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മുടെ വേറൊരു വലിയമ്മയുടെ മകൻ ബിഷേട്ടൻ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു ചേട്ടാ അതെന്തോന്ന് ഞാൻ വീഡിയോ എടുത്തോട്ടെ എന്ന് പറഞ്ഞാൽ നീ ധൈര്യമായിട്ട് എടുക്കുമെന്ന് പറഞ്ഞ് എനിക്ക് നിന്ന് തന്നു കേട്ടോ. അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് എല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ടാറ്റാ.